റോഹന് ഞാൻ അയച്ച മെസ്സേജും റോഹൻ അച്ഛനെ വല്ലതും കാണിക്കോ? ദൈവമേ, ഞാൻ എന്തൊരു മണ്ടത്തര കാണിച്ചേ. ഇനി ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഈശ്വര, ഇനി അച്ഛനായിരിക്കോ? എല്ലാം തീർന്നു. രാധമ്മയാണല്ലോ. എന്നോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയായിരിക്കും രാധമ്മ വിളിക്കുന്നത്. ഇല്ല, ഞാൻ കോൾ എടുക്കുന്നില്ല. ഞാൻ രാധമ്മയുടെ പിണക്കം. രാധമ്മ പാവല്ലേ. കോൾ എടുക്കാം. ഹലോ, ഋതിക മോളെ, മോളെവിടെയാ? ഞാൻ വീട്ടിലെ രാധമ്മ. രാധമ്മ എന്താ വിളിച്ചേ? അതെന്താ മോളെ, അമ്മയ്ക്ക് മോളെ വിളിക്കാൻ പാടില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല രാധമ്മേ. രാധമ്മ എന്നെ എപ്പോഴും ഇങ്ങോട്ട് കോൾ ചെയ്യാറില്ലല്ലോ. ഞാനല്ലേ അങ്ങോട്ട് വിളിക്കുന്നേ. എപ്പോഴും മോള് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. പിന്നെന്താ പറയാതെ പെട്ടെന്ന് കയറി വന്നത്? മോള് കയറി വന്നപ്പോ ഇവിടെ കണ്ട കാഴ്ച ഓർത്ത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഇല്ല, ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ സംസാരിക്കുകയല്ലായിരുന്നോ? അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളല്ലായിരുന്നോ? അതിനിടയിൽ ഞാൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതാ ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്ന്. ഞാൻ ഇനി വരുമ്പോ വിളിച്ച് പറഞ്ഞിട്ടേ വരുള്ളൂ. മോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. മോൾക്ക് ഈ വീട്ടിൽ വരാൻ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മോക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം. സത്യം പറഞ്ഞ മോളോട് എങ്ങനെയാ എന്താ സംസാരിക്കേണ്ടതെന്ന് രാധമ്മയ്ക്ക് അറിയില്ല മോളെ. രാധമ്മ എന്തിനാ കരയുന്നേ? സോറി രാധമ്മ. ഞാൻ രാധമ്മ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ അവിടെ വന്നപ്പോ പെട്ടെന്ന് എന്റെ സ്ഥാനത്ത് രമ്യ അവിടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല രാധമ്മ. അതെനിക്ക് ഒരുപാട് വിഷമമായി. ഞാനല്ലേ രാജുവും പ്രിയചേച്ചിയും ശ്രീലക്ഷ്മിയും കഴിഞ്ഞ രാധമ്മയുടെ മോളെന്ന് രാധമ്മ എപ്പോഴും പറയാറ്. ആ സ്ഥാനത്ത് രമ്യയെ കണ്ട എനിക്ക് വിഷമം വരില്ലേ? സോറി രാധമ്മ. രാധമ്മ കരയല്ലേ പ്ലീസ്. മോളെ തന്നെയാ രാജുവിനെക്കാട്ടിലും പ്രിയയെക്കാട്ടിലും ശ്രീലക്ഷ്മിയെക്കാട്ടിലും എനിക്ക് മോളെ തന്നെയാ കൂടുതൽ ഇഷ്ടം. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ എനിക്കറിയില്ല മോളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ നടക്കണമെന്നില്ലല്ലോ. ദൈവം വിധിച്ച തീരുമാനങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. നമ്മുടെയൊക്കെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരും ഭാഗ്യവതികളും ആയിരുന്നേനെ. എനിക്ക് മോളോട് എന്താണ് കൂടുതൽ പറയേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഒരുപാട് വിഷമമായി. മോള് വന്നിട്ട് രാധമ്മയുടെ മുന്നിൽ നിന്ന് പോയത് രാധമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. രാധമ്മ മാപ്പ് ചോദിക്കാനാ വിളിച്ചത്. മാപ്പോ? രാധമ്മ എന്തീ പറയുന്നേ? സ്വന്തം മക്കളോട് അമ്മമാര് മാപ്പ് ചോദിക്കോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ല രാധമ്മ. രാധമ്മയ്ക്ക് വിഷമം വന്നതുപോലെ എനിക്കും വിഷമം വന്നു. രണ്ടുപേരും അത് തുറന്നും പറഞ്ഞു. നമുക്കിടയില് ഇനി ഒരു പ്രശ്നവും പിണക്കവും ഒന്നുമില്ല. എന്നിട്ട് രമ്യയുടെ വീട്ടുകാര് പറഞ്ഞതുപോലെ രാജുവും രമ്യയായിട്ടുള്ള വിവാഹം നിങ്ങൾ ഉറപ്പിച്ചോ രാധമ്മേ?
രാധേ നീ ഫോണിങ് വന്നേ. നീ കരഞ്ഞ് പാവം ആ കുട്ടിയെ കൂടി വിഷമിപ്പിക്കല്ലേ. താടി. മാഡം, അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ലെന്ന് മാഡത്തിന് അറിയാലോ. എല്ലാം ദൈവം വിധിക്കുന്ന പോലെ നടക്കൂ. എല്ലാം ദൈവം നടത്തി തരും, അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ എല്ലാം വിശ്വസിച്ച് ജീവിക്കുന്ന പച്ചയായ മനുഷ്യരാ ഞങ്ങള്. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തില് ദൈവം നല്ലത് തന്നതിനോടൊപ്പം മോശ അനുഭവങ്ങളും ഒരുപാട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് ദൈവം എന്ത് വിധിച്ചാലും അത് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മാഡവും അങ്ങനെ ചിന്തിച്ചാൽ മതി. വിധിച്ചത് നടക്കട്ടെ. വിഷമമൊക്കെ മാറുമ്പോ ഞാൻ രാധമ്മയോട് മാഡത്തെ വിളിക്കാൻ പറയാം. വെക്കട്ടെ മാഡം. എന്താ വേണോട്ടാ ഇതൊക്കെ? ഋതിക മോളല്ലേ നമ്മുടെ മരുമോള്? ശരിക്കും അവളല്ലേ നമ്മുടെ വീട്ടിലെ മോളായിട്ട് ഇവിടെ ഉണ്ടാവേണ്ടത്? ഞാൻ പറഞ്ഞില്ലേടി, ദൈവത്തിന്റെ വിധി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, അവരൊന്നാവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ഇഷ്ടമുള്ളവരൊക്കെ അവരൊന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പത്മാവതി മാഡാണല്ലോ. മാഡം, മാഡം ഇത് എവിടെയായിരുന്നു? മാഡത്തിന് ഞാൻ എത്ര ദിവസം ഫോണിൽ ട്രൈ ചെയ്തു. മാഡം എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കണേ? വേണോട്ടാ, ഒരു പ്രശ്നമുണ്ട്. എന്നെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. ഞാനിപ്പോ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് സ്ഥിരമായിട്ട് ചില പുതിയ ആളുകളെ കാണാൻ തുടങ്ങിയപ്പോ എനിക്കും എന്റെ സെർവന്റിനും ഒരു ഭയം. അതുകൊണ്ടാ ഞാൻ ഫോൺ ഇത്രയും ദിവസം ഓഫ് ചെയ്ത് വെച്ചത്. പിന്നെ ഞാനൊരല്പ സമാധാനത്തിലായിരുന്നു വേണോട്ടാ. ദീപക്കുമായിട്ടുള്ള മോളുടെ വിവാഹം രാജു തന്നെ നേരിട്ട് ഇടപെട്ട് മുടക്കിയല്ലോ. അതിന്റെ ഒരു സമാധാനം കൂടെ എനിക്കുണ്ടായിരുന്നു. വിവാഹം മുടങ്ങിയത് മാഡം അറിഞ്ഞു. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് മാഡത്തിന് അറിയാമോ? എന്താ വേണോട്ടാ, അവിടെ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വേണോട്ടാ, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കില് എല്ലാം കൈവിട്ടു പോവില്ലേ? എന്റെ പ്രതീക്ഷകൾ നശിച്ചു പത്മാവതി മാഡം. എല്ലാം നേരാവണമെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കണം. ഞങ്ങളെ കൊണ്ടാവുന്നത് ഞാൻ രാത്രി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം വിധി പോലെയല്ലേ നടക്കൂ മാഡം. ഞാൻ ഒരു തവണ കൂടി രാജുവിനെ ഋതികയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ വേണോട്ടാ. രാജുവിനോട് ഞങ്ങൾ ഒരുപാട് തവണ സംസാരിച്ചതാണ്. പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. ഞാൻ മാഡത്തെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. മാഡം ഒന്ന് ശ്രമിച്ചു നോക്ക്. പിന്നെ മാഡം സൂക്ഷിക്കണം. വീടിന്റെ പരിസരത്ത് വരെ ആരോ അന്വേഷിച്ചെത്തിയെന്ന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശരി വേണോട്ടാ.
ഞാൻ ആ സ്ത്രീയെ കണ്ടു. ഞാൻ അവരെ ഫോളോ ചെയ്തോളാം. അവരെത്താറായല്ലോ. ഞാൻ അയച്ച മെസ്സേജിനെ കുറിച്ച് റോഹൻ അച്ഛനോട് പറഞ്ഞിരിക്കോ? അച്ഛനിപ്പോ അമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിൽ നിങ്ങൾ വരികയും ചെയ്യും. അച്ഛൻ എന്നോട് തോന്നിയ കുറച്ച് സ്നേഹവും ഇന്നത്തോടെ ഇല്ലാതാവുന്ന എനിക്ക് തോന്നുന്നു. എടുത്തു ചാടി റോഹന് മെസ്സേജ് അയക്കണ്ടായിരുന്നു. പതുക്കെ സൂക്ഷിച്ച്. പ്രതാപേട്ട, ഡോക്ടർ എന്ത് പറഞ്ഞു? ഹെൽത്ത് ഓക്കെ ആയതുകൊണ്ടാ ഡിസ്ചാർജ് ചെയ്തത്. നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ശേഖരേട്ടനോ? വിളിച്ചില്ലായിരുന്നോ? ഇല്ല. അവന് തിരക്കായതുകൊണ്ടായിരിക്കും. ഞാൻ അവന് ഉത്തരവാദിത്തപ്പെട്ട ചില ജോലികൾ ഏൽപ്പിച്ചിട്ടാ വന്നത്. ശേഖരനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവനോട് ഫോൺ ചെയ്ത് സംസാരിക്കുക. അവനെ നിങ്ങൾ എന്നെ ഒന്ന് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ അതോ? ചേച്ചിയോ? ചേച്ചിയോ? നിനക്കെന്ത് പറ്റി മോളെ? ഒന്നുമില്ല ചെറിയമ്മേ. ഒന്നുമില്ലെന്നോ? പ്രതാപേട്ടനും അമ്പിയേച്ചി വരുന്നവരെ മോൾ ഓക്കെ ആയിരുന്നില്ല. എത്രയോ നേരമായിട്ട് മോൾ ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. സത്യം പറയും, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ടോ മോള്? ഇല്ല ചെറിയമ്മേ. ഉം. അങ്ങോട്ടൊക്കെ ഇരിക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? തലയുടെ പെരുപ്പൊക്കെ ഒന്ന് മാറി വരുന്ന പ്രതാപ. രാജു, നമ്മുടെ വീടിന്റെ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇലക്ട്രീഷ്യനെയും അതിന്റെ കോൺട്രാക്ടറെയും ഉടനെ വിളിപ്പിക്കണം. എന്നിട്ട് അതിൽ എന്തെങ്കിലും മെയിൻ്റെനൻസോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അവരോട് ചെയ്യാൻ പറയണം. ആ ശരി സർ. വർമ്മ സാറേ, മാഡത്തിന് ടാബ്ലറ്റ് കഴിക്കേണ്ട സമയമായി. അമ്മ ഇതാ വെള്ളം കഴിക്കേച്ചി, എന്നിട്ടൊന്ന് വിശ്രമിക്കുക. എന്നാ ശരി ചേച്ചി, ചേച്ചി കിടന്നോ, ഞാൻ പിന്നെ വരാം. പ്രതാപ, സോറി. ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടായല്ലേ? നീ വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗിലായിരുന്നില്ലേ? ഞാൻ കാരണം നീ അവിടുന്ന് വരേണ്ടി വന്നില്ലേ? എന്തേ ചേച്ചി, വോട്ട് ചെയ്യുന്ന ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആളല്ലേ ഞാൻ. ഈ നാട്ടിലെ ജനങ്ങളെ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഞാൻ സ്വന്തം കുടുംബത്തിനൊരു ആപത്ത് വരുമ്പോ ഓടിയെത്തണ്ടേ ചേച്ചി? താങ്ക്സ് പ്രതാപ. ചേച്ചി എന്തിനെങ്ങനെ ഫോർമുല ആവുന്നേ? ചേച്ചി കിടക്ക, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. രാജു, നീ വാ. ഓക്കെ സാർ.
അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലെന്നോ? നീ ഒരു കാര്യം ചെയ്, ആ സ്വിച്ച് ഓൺ ചെയ്തിട്ടേ അവിടെ ഒന്ന് കൈവച്ച് നോക്ക്. അപ്പൊ നിനക്ക് കറണ്ട് അടിക്കും. ആ സമയം നിനക്ക് മനസ്സിലാവും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്. അതല്ല അമ്മേ, ഞാൻ എന്റെ മോനെ, ശരീരം മുഴുവൻ പെരുത്ത് കയറിയിരിക്കുക. ഞാൻ ഓർത്തു എന്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന്. അമ്മയൊന്ന് സമാധാനിക്കേ. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ലല്ലോ. ആയുസിന്റെ ബലം കൊണ്ട് ഒന്നും പറ്റിയില്ല. അമ്മ കിടക്ക. പതുക്കെ. രോഹൻ അച്ഛനോട് പറഞ്ഞു കാണോ ഈശ്വര? അച്ഛനൊന്നും പറഞ്ഞുമില്ല. അച്ഛൻ ജസ്റ്റ് ഒന്ന് എന്നെ നോക്ക് മാത്രമേ ചെയ്തുള്ളൂ. ആ നോട്ടത്തിന്റെ അർത്ഥം എന്തായിരുന്നു? അച്ഛൻ എന്നെ ദേഷ്യത്തോടെയല്ല നോക്കിയത്, പക്ഷെ അച്ഛൻ സ്നേഹത്തോടെയല്ല നോക്കിയത്. അച്ഛൻ ഈയിടെയായിട്ട് എന്നെ സ്നേഹത്തോടെയല്ലേ നോക്കാറ്? പിന്നെന്താ അച്ഛൻ അങ്ങനെ ഒരു നോട്ടം നോക്കിയേ? രോഹൻ പറഞ്ഞു കാണോ? പറഞ്ഞു കാണോ ദൈവമേ? ദൈവമേ, ഇവൻ ഇങ്ങോട്ട് വന്നോ? ആരതിക, എന്താണോ താനീ ടെൻഷൻ അടിച്ചിരിക്കുന്നത്? ഒന്നുമില്ല രോഹൻ. തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് രോഹനോട് അങ്ങനെ പറയാൻ എനിക്ക് രോഹനോട് ഒന്നും പറയാനുണ്ടോ? അല്ല, പറയാനില്ലേ? എനിക്ക് പറയാനുള്ളതേ, ഞാൻ രോഹന് ടെക്സ്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്തായിരുന്നല്ലോ. ഓ, താൻ മെസ്സേജ് ചെയ്തിരുന്നു അല്ലേ? അപ്പോ രോഹൻ എന്റെ മെസ്സേജ് കിട്ടിയില്ലേ? ആ, മെസ്സേജ് കിട്ടിയിരുന്നു. അപ്പൊ രോഹൻ അത് വായിച്ചില്ലേ? പിന്നെ ഋതിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ ഞാൻ വായിക്കില്ലേ? എന്നിട്ട് രോഹൻ അത് അച്ഛനോട് പറഞ്ഞോ? പറഞ്ഞ അങ്കിളിനോടോ? ആ, അച്ഛനോട്. ആ, ഇല്ല, ഞാൻ വർമ്മയങ്കിളിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വർമ്മയങ്കിളിനോട് സംസാരിക്കാനാ ഞാനിപ്പോ വന്നത്. രോഹൻ എന്നോട് ദേഷ്യമാണോ? തന്നോട് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? തന്റെ മനസ്സിലെ കാര്യങ്ങൾ താൻ തുറന്നു പറഞ്ഞു. അതിന് ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു അല്ലേ? അതെ അതെ, ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യമല്ലേ? അതെ, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. പ്രതിക ടെൻഷനേ അടിക്കണ്ട. ഞാൻ വർമ്മയങ്ങളോട് സംസാരിച്ചിട്ട് വരാം. ശരി. പ്രതികേ, എന്താ രോഹൻ? അംബിക ആന്റിക്ക് എങ്ങനെയുണ്ട്? അമ്മായി ഓക്കെ. അച്ഛൻ അമ്മായിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ഞാൻ ആന്റിയെ കൂടെ കണ്ട് വർമ്മയങ്ങളോട് സംസാരിച്ചിട്ട് വരാം. പ്രതികയോടെ തന്നെ കാണുമല്ലോ. ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞത് പോസിറ്റീവായിട്ട് എടുത്തു രോഹൻ. ഇനി ഒരു പ്രശ്നമില്ല. രോഹൻ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. ഓ, സമാധാനായി. പ്രശ്നങ്ങളൊക്കെ തീർന്നു. എന്റെ ദൈവമേ, ഞാനോർത്തു രോഹന്റെ ചാപ്റ്റർ വലിയ തലവേദന ആവൂന്ന്. ഇത്ര സിമ്പിളായിട്ട് തീരുമെന്ന് ഞാൻ ഓർത്തില്ല. നന്ദിയുണ്ട് ദൈവമേ.
കാരണം അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നല്ലോ. ഞാൻ അവൾക്ക് വെച്ച കെണിയില് വന്നു വീണത് അമ്മ. എന്ത് ചെയ്യാനാ? അമ്മയോട് ഇത് തുറന്നു പറയണോ? ഞാൻ കാരണമാണ് അമ്മയ്ക്ക് ഇലക്ട്രിക് ഷോക്ക് ഏറ്റതെന്ന് അമ്മയോട് തുറന്നു പറയണോ? അയ്യോ വേണ്ട. ഇപ്പൊ പാവമായിട്ട് കിടക്കുന്ന അമ്മ സത്യം അറിഞ്ഞിട്ട് വേണം ഇനി മറുതയായി മാറാൻ. വേണ്ട വേണ്ട, പറയണ്ട. ആ രോഹൻ, ആന്റിക്ക് എങ്ങനെയുണ്ട് ദീപകെ? അമ്മയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കുന്നു. ആണോ ആന്റി? ആന്റി ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല മോനെ. അല്ല ശരിക്കും എന്താ സംഭവിച്ചേ? അമ്മയ്ക്കൊരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റതാ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ആന്റി? ആന്റിക്ക് എല്ലാവരുടെ കാര്യത്തിലും വലിയ ശ്രദ്ധയാണല്ലോ. പിന്നെന്താ ആന്റി ഇങ്ങനെ ശ്രദ്ധയില്ലാതെ? ആ പറഞ്ഞിട്ട് ഇനി എന്താ കാര്യം? എന്തായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അല്ല തന്റെ വൈഫ് മോനും എവിടെ?